താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം. നാസർ ലത്തീഫ്, ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, ആശാ രവന്ത് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും രംഗത്തുണ്ട്. നടൻ മോഹൻലാൽ അല്പം മുമ്പ് വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അർച്ചന ചേരുകയാണ്. അർച്ചന, ശ്വേതാ മേനോൻ ഒരു വനിത അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് ചിത്രം? തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അല്പസമയം മുൻപാണ് നടൻ മോഹൻലാൽ ഇപ്പോൾ വോട്ട് ചെയ്ത് തിരികെ പോയത്. അദ്ദേഹം പറഞ്ഞത് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് മികച്ച രീതിയിൽ തെരഞ്ഞെടുക്കുമെന്നാണ് പ്രതീക്ഷ. ഒപ്പം ആരും സംഘടന വിട്ടു പോയിട്ടില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഏതായാലും നിരവധി പേർ ഇപ്പോൾ വോട്ട് ചെയ്ത് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ബാബുരാജ്, ഒപ്പം ശ്വേതാ മേനോൻ, ശ്രീനിവാസൻ തുടങ്ങി പ്രമുഖർ ഉൾപ്പെടെ എത്തി വോട്ട് രേഖപ്പെടുത്തുകയാണ്. എന്തായാലും പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനുമാണ് മത്സര രംഗത്തേക്ക് ഉള്ളത്. ഒരു സ്ത്രീ പ്രാതിനിധ്യ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് തുടക്കം മുതൽ പലരും അംഗത്തിലെ പലരും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ഒപ്പം ശ്വേതാ മേനോനും, ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് മത്സര രംഗത്തുള്ളത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ നടൻ ജയസൂര്യ രേഖപ്പെടുത്താനായി ഹോട്ടലിലേക്ക് എത്തുകയാണ്. അതിൽ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 506ഓളം അംഗങ്ങളാണ് അമ്മയിൽ ഉള്ളത്. ഇത് കൂടാതെ തന്നെ കേരളത്തിന് പുറത്തുമുള്ള അടക്കമുള്ള ആളുകൾ അടക്കം അംഗങ്ങളായുണ്ട്. അവരെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മുകേഷ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. അർച്ചനയാണ് വിവരങ്ങൾ നൽകിയത്.